ഞങ്ങളെ ഷബീബിന്റെ ബ്രൈഡ് ആണ് ഞങ്ങള് പുതിയ ബ്രൈഡ് ലേറ്റസ്റ്റ് ആണ് ഏറ്റവും ലേറ്റസ്റ്റ് ആമിയോ. അതേപോലെ ഈ ഗിഫ്റ്റ് ഒക്കെ നമുക്ക് കിട്ടിയതാണ്. അപ്പൊ ഇതൊക്കെ അൺബോക്സിംഗ് ഉണ്ട്. നൗഫലിന്റെ കല്യാണം കേട്ടോ ജൂൺ 29. ഇപ്പൊ ഒരു എത്ര മാസം പ്രഗ്നന്റ്? 5 6 ഗൈസ്. നമ്മളെ അമ്മോസാക്ക് വന്നിട്ടുണ്ട്. ഫുൾ ഫ്രീക്ക് തന്നെ. അപ്പൊ പിന്നെ പ്രണയിച്ച് എട്ടാന്ന് പറ്റില്ല. ഇപ്പൊ ഷെബി പ്രണയിച്ചല്ലേ എട്ടിയത്. ഇതാണ് ഞങ്ങളെ ബദറു. പക്ഷെ ബദറുവിന്റെ പോകാതെ മറ്റുള്ള പ്രശ്നമില്ലേ. സൽക്കാരക്കാർ വന്നിട്ടുണ്ട്. ബീഫ് ചില്ലി എങ്ങനെയുണ്ട്? ഇമ്മ ഉണ്ടാക്കി കേട്ടോ. ആ ഇമ്മാന്റെ സ്പെഷ്യലാണ് ബീഫ് ചില്ലി. അപ്പൊ നമ്മള് അൺബോക്സ് ചെയ്യാൻ പോവാണ്. കുറച്ച് ഗിഫ്റ്റുകൾ വന്നിട്ടുണ്ട്. ഇത് വേറെ കോമഡി ഉണ്ട്. നട്സിലോ ഇത് ഇമ്മാന്റെ നാട്ടിൽ നട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ്. ആമി ഇവിടെ കവർ കൊടുക്കുന്നുണ്ട്. ഇതാണ് പരിപാടി ഗൈസ്. ആമി അംഗനവാടിക്ക് പോകുന്നുണ്ട്. ഇതാ ബാഗ് ഉണ്ട് ആമിക്ക്. ആമിന്റെ പുതിയ ബാഗ് ഉണ്ട്. ആമി അംഗനവാടിക്ക് പോവുകയാണ്. അവിടെ ആമിക്ക് കളിച്ചാനേ പാർക്കൊക്കെ ഉണ്ട് അല്ലേ? പാർക്കില്ലേ? ആമി കയറാ അല്ലേ ഗൈസ്. അങ്ങനെ നമ്മളെ അംഗനവാടിയിൽ എത്തിയിട്ടുണ്ട്. മടയങ്കോട് അംഗനവാടി, മഞ്ചേരി മുനിസിപ്പാലിറ്റി. ആമി ഉണ്ടാക്കിയതാണ്. ഇന്ന് നമ്മളെ വീട്ടിൽ സൽക്കാരമാണ്. നമ്മളെ കല്യാണം കഴിഞ്ഞ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അപ്പോഴേക്കുള്ള സൽക്കാരമാണ്. ആരൊക്കെയെന്നുള്ളത് കാണിച്ചു തരാം. ഇതെന്താ പായസോ? ബീഫോ? ഇതിലോ ബീഫ് ചില്ലി. ബീഫ് ചില്ലി ഇമ്മ ഇവിടെ നിന്ന് ഉണ്ടാക്കിയതാണ്. ഫുഡ് സ്ഥിരം നമ്മളെ സാലിനാണ്. സൽക്കാരം സാലിന്റെ ആണ്. ഒന്നെ ഫുഡും കൊണ്ടുവരണേ. പിന്നെ ഷബീബിന്റെ കല്യാണം കഴിഞ്ഞുണ്ട്. പിന്നെ നമ്മളെ എളാപ്പാന്റെ കുട്ടീന്റെ പിന്നെ ഞാനാട്ടോ അതിന്റെ അഭിപ്രായം ഉണ്ടെങ്കിൽ നല്ല രസമുണ്ട്. നല്ല രസം. നിങ്ങൾക്കൊക്കെ റോഡിൽ തുടങ്ങാം. പിന്നെ പിന്നെ ബാദുറു പിന്നെ റീനു. പിന്നെ ഓന് പനിയാണ്. അപ്പൊ ഓന് ഉണ്ടാകുന്നില്ല. പനിയാണ്. പനി മാറിയില്ല. അതേപോലെ ഈ ഗിഫ്റ്റ് ഒക്കെ നമുക്ക് കിട്ടിയതാണ്. അപ്പോൾ ഇതൊക്കെ അൺബോക്സിംഗ് ഉണ്ട്. നമ്മൾ കുറേ കാലത്തിന് ശേഷം ഒരു അൺബോക്സിംഗ് വീഡിയോ വരികയാണ്. അതും ഈ വീഡിയോയിൽ നമുക്ക് എന്ത് ചെയ്യാം, അൺബോക്സ് ചെയ്യാം. അളിയാൻ വന്നോളൂ. അളിയൻ്റെ തൽക്കാരം കേട്ടോ. കുഞ്ഞുമോന്റെ തൽക്കാരം അറിയാം. പൊട്ടിക്കാൻ നൗഫലും പീക്കൊക്കെ പറ്റാ. എല്ലാവരും പറ്റാ ഗൈസ്. നൗഫലും സജിലാലും വന്നിട്ടുണ്ട്. നൗഫലിന്റെ കല്യാണം കേട്ടോ ജൂൺ 29. പിന്നെ നമുക്ക് ഗേൾഫ്രണ്ടിനെ കൊടുത്തില്ല. ഇതില് ഗേൾഫ്രണ്ടിനെ കൊടുത്തില്ല. ഇത് സൽക്കാരം എന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞവർക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ. അതൊക്കെ കഴിഞ്ഞ അതിന്റെ അടിയില് ജിമ്മിനൊക്കെ പറ്റാണ്. പെണ്ണ് ഫോട്ടോഗ്രാഫറാണേ. ആ ഫോട്ടോഗ്രാഫറിനാണേ. ഇനിയിപ്പോ നമ്മളെ സനുകാക്കൊന്നും പറയണ്ടാവില്ലേ. അപ്പൊ ജൂൺ 29 നൗഫലിന്റെ കല്യാണം ഉറപ്പിച്ചു. എനിക്ക് ഓൻ വീഡിയോ എടുക്കാനും പോവും, ഓള് ഫോട്ടോ എടുക്കാനും പോവും. ഇനി ഓന്റെ വർക്കിന് പുറത്തൊന്നും ആവശ്യത്തിന്റെ ആവശ്യമില്ല. നിക്കല്ലേ പോലെ മുസാഫർ ഓനൊപ്പം നടക്കണമുണ്ട്. ഞാൻ കണ്ടു പെൺകുട്ടീനെ വെച്ച് കളിക്കുന്നു. കണ്ടു ഓനൊപ്പം അല്ല ഓന്റെ പേര് കുട്ടികളെ കാണുന്നത്. മുസാഫറിന്റെ കല്യാണം ഓഗസ്റ്റ് 15, 22 അല്ലേ? അപ്പൊ ഞാൻ അവരോട് വെച്ചു എന്റെ ഒപ്പം കുട്ടിയുടെ ഫോട്ടോ കിട്ടുണ്ടാവുന്നു. കിട്ടുന്നുട്ടോ ഓരൊക്കെ ഞാൻ അല്ലാണ്ട് ഫോട്ടോ ഫോട്ടോ പിന്നെ അയച്ചുണ്ടാവുന്നു. ഞാൻ ആ കുട്ടിനെ കാണലുണ്ടേ. ഏതായാലും നിങ്ങളൊക്കെ നല്ല ആൾക്കാരല്ലപ്പോ. മുസാഫറിനെ എങ്ങനെയെന്ന് വിശ്വസിച്ചിരിക്കുന്നു കേട്ടോ. അന്നെ എങ്ങനെയാണെന്ന് കരുതി. അപ്പൊ പിന്നെ പ്രണയിച്ച് എട്ടാന്ന് പറ്റില്ല. ഷെബി പ്രണയിച്ചല്ലേ എട്ടിയത്. എല്ലാരും പ്രേമക്കാരും അതിലിപ്പോ നൗഫലും ബാദറന്നെ ഉള്ളൂ പ്രേമിച്ചാതെ കെട്ടിയത്. നൗഫലിന് പ്രേമല്ല. ബാക്കി എല്ലാരും ഞാനും
ഞാൻ പ്രേമല്ലാന്ന്. ആ ഞാനും നൗഫലും ബദറിനും ഉള്ളു പ്രേമിച്ചാതെ കെട്ടിയത്. ബാക്കി എല്ലാരും പ്രേമിച്ചാണ് കെട്ടിയത്. ഇതിപ്പോ നമ്മളെ കല്യാണങ്ങൾ ഓരോന്നിങ്ങനെ വന്നോണ്ടിരിക്കാണ് ഇപ്പൊ. ആ അല്ലെ ഓന് തക്കാടിപ്പ് അതാ പറഞ്ഞു ഓളോട് കൊടുത്തപ്പോ ഇന്നത്തോടെ കഴിച്ചില്ലേ. മുസാഫറിന്റെ ഓന്റെ ഒപ്പം ഉണ്ടാക്കാം നമുക്ക്. എവിടെ മാറ്റിയോ സൽക്കാരത്തിന് റെഡി ആക്കിയോ? തിരിച്ചാ ചിരിക്കൂല? ഇല്ലേ ഒന്നുമില്ല. ഇല്ലല്ലേ ഞാൻ ഒന്നുമില്ല. ഈ കൂട്ടാപ്പി വന്നേ കാര്യം ഞാൻ വന്നിട്ടില്ല. തോട്ടയിൽ കൂടി ഞാൻ അവിടെ ഇല്ലല്ലോ. ഞാൻ ഓഫീസിലേന്ന്. ഗൈസ് നമ്മളെ ഷാലുണ്ട്. ഷാലുണ്ട് ഭയങ്കര കുറവാന്നാ പറഞ്ഞത്. എന്ത് സ്ഥലമൊക്കെ കുറവ്. എവിടെ പപ്പന്റെ കുട്ടിയുടെ? എവിടെയാണ് ഗൈസ്? നമ്മളെ സൽക്കാരത്തിലുള്ള ഒരു പെണ്ണ് കേട്ടോ, സാലിന്റെ പെണ്ണുങ്ങളെ. സാലിക്കാണ് ഒരു സൽക്കാരം. ഇപ്പൊ ഒരു എത്ര മാസം പ്രഗ്നന്റ്? 5 6 6 ഓക്കെ. ഇടക്കിടക്ക് പറയണതേ പ്രഗ്നന്റ് ഉള്ളത് അല്ലേ? ഏത് കല്യാണ കേങ്ങോ? അത് ഡൗപ്പില് ജോയിനായിലേക്ക് എടീക്കൂടേക്ക് ജോയിനായിട്ടോ. ഇനി ഉണ്ണിക്കുട്ടനും കുട്ടാപ്പി സജിലാല് പിന്നെ നോക്കണ്ട, കുഴപ്പമില്ല. അത് ഇഷ്ടം പോലെ ഉണ്ടായതുകൊണ്ടേ. പിന്നെ സിരാര് വാഴത് കൂട്ടിയില്ല ഞങ്ങള്. ഗൈസ് ഞങ്ങളെ ഷബീബിന്റെ ബ്രൈഡ് അടുത്തത്. ഞങ്ങള് പുതിയ ബ്രൈഡ്, ലേറ്റസ്റ്റ് ഏറ്റവും ലേറ്റസ്റ്റ് ഷബീബിന്റെ 10 വർഷത്തെ പ്രണയം. ഗൈസ് നമ്മളെ അമ്മോസാക്ക് വന്നിട്ടുണ്ട്. ഫുൾ ഫ്രീക്കന്നെ. ഫാദിക്ക് കല്യാണം നോക്കുന്നുണ്ട്. ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ പറയുക. ഫാദിക്ക് 18 വയസ്സായി. 18 15 ഗൈസ്. ഫാദിക്ക് 15 വയസ്സായി. കല്യാണം നോക്കുന്നുണ്ട്. പ്രായപൂർത്തി ആയിക്കണു. ഉമ്മ ഫാദിക്ക് പെണ്ണ് നോക്കുന്നുണ്ട് കേട്ടോ. ആ ഓന് 15 വയസ്സായി. ആ കെട്ടിക്കോട്ടെ. ആ അല്ല ഓ ഇപ്പഴ വലിയ കുറച്ച് വലുതായി. നല്ല ഫുഡ് ഓന് ഒരു പ്രശ്നമില്ല. ഓന് അടിപൊളിയാണ് അല്ലേ വാദിയ? ഓന് സ്കൂളിൽ ലൈനൊക്കെ ഉണ്ടെന്ന് കേൾക്കുന്നുണ്ട്. ലൈനൊക്കെ ഉണ്ട്, ഞാൻ അറിഞ്ഞു. ഒക്കെ നമ്മളറിയും. ഗൈസ് ഇതാണ് ഷബീബ് കപ്പിൾ കേട്ടോ. എന്റെ പടയിൽ ഇരുന്ന നമ്മളെ വ്ളോഗിലേക്ക് എതിരെ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടാലും ഒരുമിച്ച്. കല്യാണത്തിന് വ്ളോഗ് എടുത്തില്ലല്ലോ. ആര് ഇജോ? ആ കുട്ടിവിട്ട കൊണ്ടുപോയിട്ടോ. ഇതൊക്കെ ഞങ്ങള് പകരം വീട്ടിട്ട് ഓടിവിട്ടാ ഇതൊക്കെ കരുതിയിരുന്നോ? ആ ഇതൊക്കെ വരും. നീ തയ്ച്ചു വെച്ചോ അല്ലേ? അല്ല നമ്മക്കും വേണ്ട ഇപ്പൊ ഒന്ന് ഭവാനി ഒന്ന് മനസ്സ് വെക്കൂ. സമയം നീണ്ടു തുറന്ന് കിടക്കും. നമുക്കിനി വേണോ? ഗൈസ് ഇതാണ് ഞങ്ങളെ ബദറു. പക്ഷെ ബദറുവിന്റെ മുഖം കാണാൻ പറ്റില്ല. അങ്ങനെ പ്രശ്നമില്ലേ? ബദറുവിന്റെ പെണ്ണിന് മുഖം കാണിച്ചാൽ പറ്റില്ല. സോറി ഗൈസ്. അല്ല ബദറുടെ ബദർ വന്നു. അതെ ശരിയായ സൽക്കാരക്കാരന് ബദറും ഇജുവാണ്. കണ്ടതാണ് ശരിയായ സൽക്കാരക്കാര്. നൗഫലിന് മുസാഫറിന്റെ ഒപ്പം കൊടുക്കേണ്ടി വരും. മുസാഫർ ഉണ്ടല്ലോ, ഓഗസ്റ്റിൽ കൊടുക്കേണ്ടി വരും. ഇനിയിപ്പോ ആകെ കല്യാണവും സൽക്കാരൊക്കെ തന്നെയാണ് ഇപ്പൊ. ഇനി മൊത്തം 2026 മൊത്തം നമ്മൾ തന്നെ പരിപാടി. ഗൈസ് ആമയൊക്കെയാണ് ഇവിടെ കസാര ഇടുന്നത്. അമ്മയെ ഇതാ ഇവിടെ അയക്കല്ല, അതാ വെച്ചതായി കൊണ്ടുപോയിടുക. അതിനെടുത്താണ്ട് അങ്ങോട്ട് കൊണ്ടുപോയേക്കാം ആമയെ. ആമയെ അതെ അങ്ങോട്ട് കൊണ്ടുപോയേക്കേ. ചെല്ലേ അതെടുക്കല്ലേ.
ഒക്കെ നേരെ ഓപ്പോസിറ്റ് ആണല്ലോ പറഞ്ഞ് ആമി. ഇങ്ങളിപ്പോ പണിക്കിറങ്ങിയ പ്രശ്നമാണല്ലോ ഇവിടെ. സാലി ഇജേ അത് തിന്നാതെ വേഗം വെച്ചാ ഇവിടെയുള്ള ബീഫ് മുഴുവൻ വേഗം കാണിച്ചാ. ആ പാത്രം ഇതാ കണ്ടോ ഗൈസ്, ഇത് ഫുള്ളുണ്ട് ഒരു പാത്രം നോക്കി അടി കണ്ടുട്ടോ. ഫുള്ള് സാലി തീർത്തു. ഫുള്ള് തീർത്തു ഗൈസ്. സ്റ്റാർട്ടർ ബീഫ് ചില്ലി ചെയ്തു ഗൈസ്. സൽക്കാരക്കാരനൊക്കെയാണ് വിളമ്പണ് കേട്ടോ. ബിരിയാണി അല്ല ഇതിന്റെ പേരെന്താ സാലിയ? സാലിയ എടാ അതിന്റെ പേരെന്താ? ഈ ചോറിന്റെ പേരെന്താ? പെഷ്വാരിയോ? അറബിക് റൈസ് ആണ്. ഈ പോലെ ചോർക്ക് എന്തെങ്കിലും തടകാപ്പട്ട കൂടുതൽ ഇടും എന്നിട്ട് അതിന് പേരുടെ മാറ്റും. സാഫ്രോൺ പറഞ്ഞാ മറ്റേ കുങ്കുമോ കിട്ടണോ ഇതിലോ ചോറിലോ? ആ അതെ, എനിക്ക് മണാലിന് കിട്ടുന്ന 500 റുപ്യക്ക് ഒരു വലിയൊരു ബോട്ടില്. കഴിഞ്ഞോ? ഫുൾ കഴിഞ്ഞോ? വാലേക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്. സൽക്കാരക്കാർ വന്നിട്ടുണ്ട്. നിങ്ങളുള്ളൂ? ഈ കല്യാണ ചക്കത്തി. വാലേക്കും അസ്സലാം. ഓ ശരി, എന്നാലേ നമുക്ക് ഫുഡൊക്കെ ഇരുന്നാലോ അല്ലേ? മഞ്ഞ് വെള്ളം കൊടുക്കണ്ട, നേരം വെക്കി സമയമില്ല. അല്ല മഞ്ഞ് വെള്ളം കൊടുക്കണ്ടേ? നേരം വെക്കാണ്, സമയം കഴിഞ്ഞു. അപ്പോ ഫുഡ് റെഡി. ബീഫ് ചില്ലി, അൽഫാം, ബിരിയാണി, കുട്ടൻ ബിരിയാണി, ചിക്കൻ ബിരിയാണി അല്ലടാ സാലിയുടെ ചിക്കൻ അല്ലേ? എന്തോ ഒരു ബിരിയാണി. പിന്നെ സാലി നേരത്തെ പറഞ്ഞ ആ മറ്റേ ചോറ്, ബീഫ് ചില്ലി, അച്ചാറ് ഇതൊക്കെ ഉണ്ട്. ഇത്രയും സാധനങ്ങൾ, ചെറിയൊരു സൽക്കാരം. ശരിയാണേ? എന്നപ്പോ നമ്മളതൊക്കെ ഇങ്ങനെ സൽക്കാരം വരിക? അതാ കാരണം കാണട്ടെ. ഷബീബ് ഇവിടുത്തെ കൈയൊക്കെ ആയിട്ട് ഇവിടെ ഇരിക്കട്ടെ. ദിമ്മക്ക് ഇരിക്ക. ഷബീബൊക്കെ ഇരുന്നട്ടെ. ഷബിയ ഇരിക്കടാ. ഇതിരുന്നോ? എന്നാ ഷബീബ് സാഹചര്യം ഇരിക്ക്. ആ കംപ്ലീറ്റ് ആയില്ല അപ്പൊ? ബാക്കി ഇരുന്നു 11 ഇരുന്നു. ആ ഇനി സാലി ഇവിടെ ഇരിക്ക്. ആ ഫുള്ളായില്ലേ? ആ കറക്റ്റായി. ആ കറക്റ്റായില്ലേ? അടുത്ത സീരീസിലാ. ഇപ്പൊ ഫസ്റ്റ് സീരീസ് കംപ്ലീറ്റ് ആയിട്ടോ. ഇനി അടുത്ത സീരീസിൽ നൗഫല്, മുസാഫർ അങ്ങനെയുള്ള ബാക്കി ടീംസ് വരാനുണ്ട്. ഫസ്റ്റത്തൊക്കെ ഇരിക്കാം ഗൈസ്. നമ്മളെ സൽക്കാർ ടീം, അടുത്ത ടീം. അല്ല ഇവിടെ 2 സീറ്റ് ഉണ്ടല്ലോ. കുഞ്ഞുമോനെ ഇരുത്തിക്കോ. ഉണ്ടോ? ഇരിക്കണ്ടോ? ഓക്കെ. സാലുവിന് കുറവാണേ. ഒരു സീറ്റും പാടെ ബാക്കിയുണ്ട്. ആ ആര്? ആരാ? അങ്ങനെ അല്ല പീക്ക് വന്നോ? ആഹാ ഓക്കെ ഓക്കെ. അല്ല ആക്ക് ഞങ്ങളെ ഓൾഡ് സീരീസിലുള്ള ആൾക്കാരാണ്. ജുനൈദും പീക്കൊക്കെ. ഓൽക്കൊന്നും ഇവിടെ സീറ്റില്ല. ആ കടുത്തിയില് ഓലെ ഫസ്റ്റ് ട്രിപ്പിൽ തന്നെ ഇരുന്നിക്കമാ. ഫസ്റ്റ് ട്രിപ്പിൽ ഇരുന്നിക്ക മറ്റേ സൽക്കാർ ടീം പറഞ്ഞാണ്ട്. ഓ ബീഫ് ചില്ലി എങ്ങനെയുണ്ട്? ഇമ്മ ഉണ്ടാക്കിയ കേട്ടോ. ആ ഇമ്മാന്റെ സ്പെഷ്യലാണ് ബീഫ് ചില്ലി. ആ എടാ ബീഫ് ചില്ലി കഴിഞ്ഞാൽ കൊടുക്കട്ടോ. ബീഫ് ചില്ലി ഫാൻസ് കൂടുതലായി. ഒരു പാത്രം ഞങ്ങൾ ഫുള്ള് തിന്നിപ്പോ നിങ്ങൾ വരാത്തോണ്ട്. ഗായ്സ് ഞങ്ങളെ ഫസ്റ്റ് കാറ്റഗറിത്തെ ഒരു കപ്പിൾ വന്നിട്ടുണ്ട്. പീക്കെ ആ ജുനൈദ് ഇപ്പളത്തില്ല കേട്ടോ. ഉച്ചക്ക് ഓടെ ജുനൈദിനോട് പരിപാടി ഉച്ചക്ക് താറാണ്. എന്നിട്ട് കൂടി ഈ താരപ്പോ എത്തിയില്ല. അല്ല ജുനൈദ് വൈകുന്നേരം വരണമെന്നുണ്ടെങ്കിൽ ഓട് ഉച്ചക്കാണ് ഇപ്പൊ പരിപാടി പറഞ്ഞാലും ഉച്ചക്ക് വൈകുന്നേരത്തിന് എത്തുള്ളൂ. ഇപ്പൊ വൈകുന്നേരം പറഞ്ഞിട്ട് രാത്രി അല്ല ഉച്ചക്ക് കണ്ടപ്പോ രാത്രി വരെ എത്തിയില്ല. ഓനെ അത് ഇപ്പോഴും
എല്ലാത്തൊരു ചങ്ങായാണ് ജുനൈദ്. നേരം വെക്കാനായിട്ടൊരു ചങ്ങായി. എസ്ര ജൂലിയറ്റ് അമി ഇവിടെയൊക്കെ പീക്കന്റെ ബേബിയൊക്കെ പുതിയ പരീക്ഷനാണ്. എന്താ പറയാ അങ്ങനത്തെ ജുനൈദ വണ്ടിന്റെ സൗണ്ട് ഇട്ടിട്ട്. യെസ് ജുനൈദൊക്കെ എത്തിയിട്ടുണ്ട്. താത്ത പരിപാടി ഇവലോടെ ഉച്ചക്ക് നട പറഞ്ഞത്. ഉച്ചക്ക് എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ ഈ നേരത്തിന് എത്തിയത് 9 മണിക്ക്. എന്താണ് അല്ല ഈ സാധനമൊക്കെ പറഞ്ഞ അടുത്തിന് അങ്ങനെ. ഓക്കെ ആയിക്കോട്ടെ ഇറക്കി വാ. എമ്മിക്കുട്ടിയുടെ എമ്മിക്കുട്ടി ഞങ്ങളെ ഫസ്റ്റ് സീരീസിലെ ഓരോരുത്തർക്കും ഓരോ കുട്ടികളും 2 കുട്ടികളൊക്കെ ആയിട്ടുണ്ട്. സെക്കൻഡ് സീരീസിന്റെ സൽക്കാരാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി 3rd സീരീസ് വരുന്നുണ്ട്. നൗഫില് മുസാഫർ പറഞ്ഞിട്ട് ഒരു കഴിഞ്ഞല്ലോ. ഇതൊക്കെ ഫസ്റ്റ് സീരീസ് പെട്ട ആൾക്കാരാണ്. ഫസ്റ്റ് എഡിഷൻ, സെക്കൻഡ് എഡിഷൻ, ഇനി 3rd എഡിഷൻ വരുന്നുണ്ട്. എടി ബീഫ് എങ്ങനെയുണ്ട്? ഇമ്മ ഉണ്ടാക്കിയതാണ്. ഇമ്മാക്ക് പ്രമോഷൻ. നമുക്ക് ഇമ്മാക്ക് ഒരു മറ്റേ തട്ടുകെട്ട് എടുത്താലോ? അത് നോമ്പർപ്പിച്ചലിന് വരെ ഇഷാന് വരുന്ന ആളാണ്. അപ്പൊ പിന്നെ അത് നോക്കിയിട്ട് കാര്യമില്ല. ഗൈസ് ഞങ്ങളെ ന്യൂ കുരുന്നുകൾ എസീറ്റ എൽഹാം, മറ്റേ എന്താണ് എസ്ര ജൂലിയറ്റ്, അമേലിയോ ഓനെ സെന്ററിലാക്കണോ? എന്നാ നമ്മളെ എമ്മിക്കുട്ടിനെ ഇങ്ങോട്ട് സൈഡിൽ കടത്തിക്കാം. ഇതിലിപ്പോ വലുത് എമ്മിക്കുട്ടിയല്ലേ? തിരിച്ചാടി ഓള് ടൈപ്പാണ്. ഓള് വലുതേക്കണേ അതാ. നോട്ടം ഓനിപ്പോ ആകെ കിളി പോയിക്കണം ഇവിടെ നിന്നാണ്ട്. എന്നാ പോരി അത് പീക്ക. ഇത് തെസ്നി, ഇത് നമ്മളത്, ഇത് പീക്കണ്ട്. അല്ലമ്മ ഫ്രൂട്ട് സലാഡൊന്നുമില്ല. അത് മറന്നുല്ലേ? എന്നുവെച്ചാലേ ചോദിച്ച് വാങ്ങി കൊടുത്തു. സൽക്കാരാകുമ്പോ ഫ്രൂട്ട് സലാഡൊക്കെ വേണ്ടേ? ചോറ് കഴിഞ്ഞിട്ട് അയ്യോ എവിടെ ഫ്രൂട്ട് സലാഡ് എവിടെ? മറന്നോ? മറന്നതാണേ. ഇനി വാങ്ങി കിട്ടും. ഇപ്പൊ കിട്ടില്ലല്ലോ. സാരല്ല, ഞാൻ അടുത്തിലാക്കാം. എടാ വാവേ, എടാ ഐസ്ക്രീം കൊടുത്താ. സൽക്കാരാകുമ്പോ ഫ്രൂട്ട് സലാഡ് നിർബന്ധമാണ്. അത് മറന്നു. അത് സാലിക്കൊന്ന് ഓർമ്മിച്ചാൽ മതിനും. സാലിയുടെ നമ്മക്ക് അങ്ങനെ വെച്ചാൽ അറിയില്ലല്ലോ. നമ്മളെ കണക്കിൽ ഡെസേർട്ട് എന്താരോ മറ്റേ ഡെസേർട്ട് എന്നൊക്കെ ചോദിച്ചാൽ നമ്മക്ക് എങ്ങനെ അറിയടാക്കെ ചേച്ചി ഫ്രൂട്ട് സലാഡ് വേണോ ഐസ്ക്രീം വേണോ ഇങ്ങനെയൊക്കെ ചോദിക്ക്. ഇരിക്കെ അല്ല രമേശേട്ടൻ അടി വാങ്ങി. വേഗിരിക്ക്. എടാ ഉണ്ണിക്കുട്ടാ അന്റെ ബൈക്ക് ഉണ്ടോ? ബൈക്കില്ലല്ലോ. ബൈക്ക് അതിലുണ്ടോ? ഗൈസ് നമ്മളെ ഫസ്റ്റ് എഡിഷനിലെ കപ്പിൾസ് അല്ല മറ്റേ ലേഡീസ് ഇരുന്നു. കുഞ്ഞുമാ വരുന്നുള്ളൂ. 45 ഐസ് വാങ്ങി ഗൈസ്. നമ്മള് ചോലൊക്കെ തുറന്ന പുതിയ ഐസും കട കേട്ടോ. ഐസോ അതിപ്പോ പുതിയ ഓപ്പൺ ആക്കിയാ എന്ന് തുടങ്ങി? 1 മാസമായോ? ഓഹോ ഗൈസ്. ഇപ്പൊ നമ്മളെ ചോലൊക്കെ ഓട്ടോറിക്ഷന്റെ സ്റ്റാൻഡിന്റെ നേരെ ഇവിടെ കേട്ടോ ഈ കട. ഇവിടെ ഐസൊക്കെ ഉണ്ട്. പിന്നെ കോലേസ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ആമിയോ ആമിക്ക് ഇഷ്ടപ്പെട്ടോ? മാമ ഇഷ്ടപ്പെട്ടോ? സൂപ്പറാ.
അതൊക്കെ കണ്ടിട്ടാണ് ഇപ്പൊ തീറ്റ അക്ക സോസ് കണ്ടുള്ള തീറ്റണൊക്കെ ഓക്കെ അല്ലേ? അപ്പൊ നമ്മള് അൺബോക്സ് ചെയ്യാൻ പോവാണ്. കുറച്ച് ഗിഫ്റ്റുകൾ വന്നിട്ടുണ്ട്. നമ്മളെ പഴയ ഓഫീസ് വൈബ് പണ്ടൊക്കെ അറിയില്ല, നമ്മളെ ഓഫീസിൽ നിന്ന് കാട്ടിക്കുട്ടിയ ഓരോ പരിപാടികൾ. അപ്പൊ അങ്ങനെ കുറച്ച് ഗിഫ്റ്റ് കിട്ടിയിടും. ഇപ്പൊ എല്ലാരും ഒക്കത്ത് ഓരോന്നിനും അയക്കും. അത് സിംഗിൾ ലൈഫ് ഒന്നും ഉണ്ട്, ഒക്കത്തില്ലാതോ. അപ്പൊ ആമിക്ക് ഫസ്റ്റ് വന്നത് എന്തൊക്കെ നോക്കാം. ഫസ്റ്റ് നമുക്ക് ആമിന്റെ കൊടുത്തു നോക്കാം. ഇത് ഈ ഗിഫ്റ്റ് വന്നത് അനീവ ആർട്സ് കേട്ടോ. അനീവ ആർട്സ് എന്ന് നോക്കാം. മറ്റേ അനീവ ആർട്സിന്റെ വക ഒരു ഗിഫ്റ്റ് വന്നിട്ടുണ്ട്. ഇത് ബേബിക്കല്ല, ഇത് ആമിക്കാണ്. ആണ് ആമിക്ക്. ആമിക്ക് കളർ ഉണ്ട് കേട്ടോ. പറഞ്ഞോ കളറാണത്. ഇതെങ്ങനെ സംഭവം അറിയോ ഗൈസ്? ഇത് പപ്പ കാണിച്ചു ഇങ്ങോട്ട് നോക്ക്. ഇത് നോക്കി ഞാൻ കാണിച്ചു തരാം. ഇത് ബോള് ഇതുണ്ടോ? ഇത് ഇങ്ങനെ കളർ കൊടുക്കാം. ഇത് കളർ കൊടുത്തു കഴിഞ്ഞിട്ട് ഇത് നമ്മൾ വളർത്തിട്ട് കഴിഞ്ഞാല് ഇത് പിന്നെ ഭയങ്കര വരും. അപ്പൊ അനീവ ആർട്സിന്റെ വകയാണ് ഈ സംഭവം കേട്ടോ. വേറെന്താ? അതന്നെ. ഇതിന് ഒരു ടീഷർട്ടും ഉണ്ട്. അപ്പൊ ഈ ഇതിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, കുട്ടികൾക്ക് കളർ കൊടുക്കാം. കുട്ടികൾക്ക് ഈ ടീഷർട്ട് കൊടുത്തിട്ട് ഈ കളർ എടുത്തിട്ട് എന്ത് ചെയ്യാം, ഇതിലൊക്കെ കൊടുക്കാൻ പറയാം. എന്നിട്ട് നമ്മൾ വളർത്തിട്ട് മുക്കി കഴിഞ്ഞാല് എടുത്തു കഴിഞ്ഞാല് ഇത് ഇതേപോലെ അപ്പൊ അനീവ ആർട്സിന് ഒരു താങ്ക് യു ആമിക്കുള്ളതാണ്. ഓക്കെ, താങ്ക് യു പറയാ. പോയി. ഓക്കെ, ഇനി അടുത്തത് മറ്റേ വെലോറ വയർ കേട്ടോ. വെലോറ വയർ എന്താ കൊടുത്തു നോക്കാം. വെലോറ വിയോ ഇത് ഫസ്റ്റൊക്കെയുള്ളതാണ്. അപ്പൊ ഗൈസ് വെലോറ വെയറിന്റെ വക ഫാസ്റ്റിനൊക്കെ ഇവരെല്ലാരും ഇൻസ്റ്റാ ഐഡി ഞാൻ എന്ത് ചെയ്യാ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കട്ടെ. അപ്പൊ നിങ്ങൾക്ക് ഇനി ഈ അനിവാർസിന്റെ വാങ്ങണ്ടെങ്കിലും ആ ഇൻസ്റ്റാ വിളിക്കുക, നിങ്ങൾക്ക് അതിന് പോയി ഓർഡർ ചെയ്യാം. ഇപ്പൊ ഈ വെലോറ വെയറിന്റെ ആണെങ്കിലും നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം കേട്ടോ. അപ്പൊ വെലോറ വെയറിന്റെ നോക്കാം. ഇത് മാക്സ് അല്ല, ഇതിന്റെ പേരെന്താ? സെൽവാർ. മറ്റേ കോട്ടൺ സെൽവാർ ആട്ടോ. നമുക്ക് ഇപ്പൊ ഓരോ ഫംഗ്ഷൻ സത്യം മറ്റേച്ച് ഇങ്ങനത്തെ ഡ്രസ് ഇട്ട് ഇറക്കുമ്പോ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനത്തെ ആൾക്കാരെ കാണുമ്പോ തന്നെ രസല്ലേ, രസമായിട്ട് എന്താ ഡ്രസ്സുകളൊക്കെ. എനിക്ക് ഈ ടൈപ്പ് പാവാട. അത് ഇടുന്നതാണ് ഏറ്റവും അതിന്റെ കറക്റ്റ് സൈക്കോളജി അപ്പൊ അവിടെ പറഞ്ഞു. വീണ്ടും മേലെ വരട്ടോ. ഇന്ന് അപ്ഡേറ്റഡ് ആയതുകൊണ്ട് കുഴപ്പമില്ല. നിങ്ങൾ അപ്ഡേറ്റഡ് ആണോ? ഇത് കോട്ടന്റെ ശ്യാമുണ്ടെങ്കിൽ കൊണ്ട് ഡി ചെയ്യുന്നില്ല പണ്ടത്തെ മാതിരി. ശ്യാമ കൊണ്ട് കിട്ടുകാരുടെ മാതിരി. അപ്പൊ മേലാര വേറെ വക ഇതാണ് ഇമ്മാ കൂടെ കേട്ടോ. അത് ഉമ്മട്ടോ ഒന്ന് മിക്സ് ആക്കിയോ. അപ്പൊ മറ്റേ എന്താ പറയാ ലാസ്റ്റ് അടുത്തത് മറ്റേ നാച്ചുറാല് നിക്കട്ടോ. നാച്ചുറാല് കൊല്ലം. നാച്ചുറാല് എന്താ നാച്ചുറാല്
ഇങ്ങനെ ഗിഫ്റ്റ് അയക്കണ ആദ്യം എന്ത് ചെയ്യണം എന്നറിയോ? മറ്റേ ഓലെ ഇൻസ്റ്റഗ്രാം ആയിട്ട് എന്തെങ്കിലും സാധനം അതിന്റെ ഉള്ളിൽ കൊടുന്ന് വെക്കണം കേട്ടോ. ഇതില് നമ്മൾ ഒന്നാമത് ഇങ്ങനത്തെ സംഭവം പ്രൊമോട്ട് ചെയ്യലില്ല. ഇപ്പോ ഈ ബ്യൂട്ടി പ്രൊഡക്ട്സ് എങ്ങനെ സംഭവിച്ചാല് നിങ്ങൾ എന്ത് ചെയ്യാം, ഇതിനെ കുറിച്ച് സെർച്ച് ചെയ്തിട്ടോ അല്ലെങ്കിൽ ആൾക്കാർ ചോദിച്ചിട്ടോ എന്നുള്ളത് സെറ്റ്. നമ്മളിത് യൂസ് ചെയ്തിട്ടില്ല, ഇപ്പൊ നമ്മൾ ഇങ്ങനെ കൊടുത്തിട്ടല്ലേ ഉള്ളൂ. അപ്പൊ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സാധനം നമുക്ക് അതിനെ കുറിച്ച് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഇതോ ലിപ് ബാം. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ റിവ്യൂ ഫസ്റ്റ് ചെയ്യും. ഓക്കെ, അത് നമ്മളെ കാറ്റഗറി അല്ല. ഞാൻ നിങ്ങൾക്ക് ഒരു ഉപദേശം തരാം. ഈ ബ്യൂട്ടി പ്രൊഡക്ട്സ് ഇങ്ങനത്തെ ഓയിലുകൾ മറ്റേ സംബന്ധിച്ചാല് ഒരു ഇൻഫ്ലുവൻസറും ഞാനല്ല, ഒരു യൂട്യൂബറും ഒരു ഇൻഫ്ലുവൻസറും ആരും പറയണെങ്കിൽ എന്ത് ചെയ്യാം, ഇത് നിങ്ങൾ ആ ഇത് വാങ്ങിയ ആൾക്കാർ അല്ലെങ്കിൽ ഓരോ പേജിൽ പോലെ റിവ്യൂ കണ്ടിട്ടുണ്ടാവും. അങ്ങനത്തെ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ നോക്കിയിട്ട് ഇത് ചെയ്യാം. അതായത് ഇപ്പൊ നമുക്ക് ഇതിനെ കുറിച്ച് അടിപൊളിയാന്ന് പറയണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഈ സാധനം നമ്മൾ യൂസ് ചെയ്യണം. അത് നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. അപ്പൊ ഇങ്ങനെ സംഭവം ഉണ്ട്, നിങ്ങൾ എന്ത് ചെയ്യുക, അതിനെ കുറിച്ച് സെർച്ച് ചെയ്യുക, അന്വേഷിക്കുക, അടിപൊളിയാക്കുക. കേശ ജനനി എയർ ഓയിൽ ട്ടോ, 100% നാച്ചുറൽ. അപ്പൊ കുഴപ്പമുണ്ടാവാൻ ചാൻസ് ഇല്ല. കണ്ടിട്ട് നാച്ചുറൽ ആണ്, 100% നാച്ചുറൽ ആണ്. മറ്റേ അതില് ഇതൊന്നും ഉണ്ടാവില്ല, മറ്റേ എന്തുണ്ടാവില്ല, മറ്റേ എന്താ പറയാ, കെമിക്കൽസ് ഒന്നും ആഡ് ചെയ്തിട്ടുണ്ടാവില്ല എന്ന് കരുതാം നമുക്ക് അങ്ങനത്തെ സാധനങ്ങള്. അപ്പൊ ജനനിട്ടോ ഇത് എവിടുന്ന് വന്നേ? ഇത് ലിസ്മോറ ജ്വൽസ് കേട്ടോ, ലിസ്മോറ ജ്വൽസ്. ലിസ്മോറ ജ്വൽസ് ആണ്. എന്താ നോക്കാം, ഞാൻ പറഞ്ഞത് അതൊരു മാലയായിരിക്കും. അല്ല, ഓർണമെന്റ്സ് ഇനി വേറെ ആർക്കും അയക്കാൻ തോന്നുന്നുണ്ട്. ഇത് ലിസ്മോറ ജ്വൽസിന്റെ വക മാല. മാല ഞാൻ ആ സൗണ്ട് ഞാൻ പ്രശ്നം വെച്ചിട്ടാ, ഞാൻ തന്നെ നല്ല സുഹൃത്ത് വിയർക്കുന്നുണ്ട്. അപ്പൊ ലിസ്മോറ ജ്വൽസ് എന്താ കൊടുത്തു നോക്കാം. ആദ്യം സാറിന് കാണിച്ചു കൊടുക്കട്ടെ. എന്തിനാണത്? മറ്റേ കീ ചെയിൻ ഉണ്ട്, മറ്റേ വള, വീണ്ടും വള, ഇത് മാല, പിന്നെ ഇതെന്തോ കമ്മല്, ഇത് കുഞ്ഞുമണിക്കല്ലോ ഈ വള. എന്തൊക്കെയോ സാധനങ്ങളുണ്ട്. അപ്പൊ ഗൈസ്, ലിസ്മോറ ജ്വൽസിന് താങ്ക് യു. എല്ലാവർക്കും താങ്ക് യു. ഇങ്ങനൊന്നും പെണ്ണുങ്ങളായില്ലല്ലോ, വെക്കോടെ. ഇങ്ങക്കുള്ള സാധനം വരുന്ന കേട്ടോ. എടാ മറ്റേ കത്രി കൂടെ. പിന്നെ ഇത് വേറെ കോമഡി ഉണ്ട്, നൻസിലോ. ഇത് ഇമ്മാന്റെ നാട്ടിൽ നാട്ടോ. അറവങ്കര അതും അറവങ്കര ന്യൂബസാറില്. ഇമ്മ അറവങ്കര ന്യൂബസാറാണല്ലോ. അപ്പൊ കറക്റ്റ് അറവങ്കര ന്യൂബസാറിലാണ്. പേര് നഡ്സിലോ, ന്യൂബസാർ, അറവങ്കര, പൂക്കോട്ടൂർ പോസ്റ്റ്, മലപ്പുറം കേട്ടോ. അപ്പൊ ഗൈസ്, അപ്പൊ നഡ്സിലോന്റെ വക നമുക്ക് വന്നത് നഡ്സിലോ. തേൻ ഇല്ലാത്തതുകൊണ്ട് കേട്ടോ. ഫസ്റ്റ് നമുക്ക് തേൻ ഇല്ലാത്ത പഠിക്കാം. അതിനുണ്ടോ രസം നോക്കാം. ഞാൻ ചോദിച്ചോളാം. കൊള്ളാം. ഇങ്ങോട്ട് മാറിക്കാൻ പറഞ്ഞു.
ആ പോയി ആ പാത്രം വണ്ടിപ്പരിപ്പിന്റെ അതേ ടേസ്റ്റ് ഉണ്ട്. ഓ പൊളി തീർന്നോ എന്താണ് ആയസുണ്ടോ ഗൈസ് അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനത്തെ സംഭവങ്ങൾ വാങ്ങണ്ടെങ്കിൽ നെറ്റ്സിലോ ആയിട്ട് കോണ്ടാക്ട് ചെയ്യാം. അതുപോലെ എല്ലാവരും കോണ്ടാക്ട് നമ്പർ എന്തെയുണ്ട് ഞാൻ ആ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഇവിടെ കൊടുക്കാം. ഓക്കെ എടാ കുറച്ച് മാ കൊടുക്കടാ. ആ സൂപ്പറാ അടിപൊളിയാണ് അടിപൊളിയാണ്. ഞാൻ പറയുമ്പോ ഇങ്ങനത്തെ സാധനങ്ങൾ മാത്രം കൊടുത്തേക്കാം. ആ പറഞ്ഞ നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. അല്ല മറ്റേ എടാ മറ്റേ സാധനം കൊടുത്ത സീനുവിന് അവിടെ അല്ല മറ്റേതോ ഇത് തേൻ ഇല്ലാത്തണ്ടല്ലോ അത് കൊടുത്തോ തേൻ ഇല്ലാത്തോ ആ സിനുവിന് കിട്ടിയില്ല. ഉള്ളിലൊക്കെ പോയി തേന് എടുക്ക അങ്ങനെയുണ്ട് ജനുവൻ അഭിപ്രായം പറയട്ടോ. അത് എടുത്തോ കുറച്ചെടുത്തോ അതിന് വെറും ഇത് മുന്തിരി മാത്രം ആക്കല്ലേ. എന്നാ മതിയോ മതിയോ അതിന് രസമുണ്ടോ എടുക്ക കഴിക്കൂ ചെബിക്ക് പോയി കൊടുത്താലും ഞാൻ ഇല്ലട്ടെ കുറെ ആൾക്കാർക്ക് പക്ഷെ ഞാൻ കൊടുക്കില്ല. ചെബീബിനെ കൊടുത്താല് രസമുണ്ടോ രസമുണ്ടോ ഉണ്ടോ പോട്ടെ അത് അത് വേണമെങ്കിൽ അത് മിക്സ് ചെയ്ത് കളിമാ. അപ്പൊ ഗൈസ് അൺബോക്സിങ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഗൈസ് കുറെ കാലത്തിന് ശേഷമാണ് നമ്മളൊരു അൺബോക്സിങ് വന്നത് കേട്ടോ. അപ്പൊ ഒരു വ്ളോഗില് കുഞ്ഞുമണി അംഗനവാടിക്ക് പോയത്, സൽക്കാരം, പിന്നെന്തെന്നു അൺബോക്സിങ്. സാധാരണ നമ്മൾ പണ്ടത്തെ അല്ലെങ്കിൽ ഇപ്പത്തെ വ്ളോഗേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ 3 കണ്ടന്റ് ആണ് ഒറ്റ വ്ളോഗ് കയറിയത്. ഗൈസ് ആമി ഇവിടെ കളർ കൊടുക്കുന്നുണ്ട്. ഇതാണ് കേട്ടത് പരിപാടി. ഇത് കഴിക്കാൻ പോകും കേട്ടോ സംഭവം ഇല്ലേ പോലടി പോവും. ഇത് വെള്ളത്തിലിട്ട് കഴിക്കാൻ പോവും കേട്ടോ. സെറ്റല്ലേ? അപ്പൊ അടിപൊളി ഗൈസ്. ഓക്കെ ഇനി നമുക്ക് നൗഫലിന്റെ കല്യാണത്തിന് കാണാം. ഓക്കെ